ഹലോ നമസ്കാരം. ഞാൻ ശാന്തകുമാരി. ഞാൻ പറയാൻ വന്നത് നമ്മുടെ ശശികല ടീച്ചറില്ലേ, വിഷം മാത്രം തുപ്പുന്ന ഒരു ടീച്ചർ. അവരെന്ത് ഉറങ്ങിപ്പോയിരിക്കണം. വല്ലാത്ത ഉറക്കമായി പോയല്ലേ ശശികല ടീച്ചറെ. നമ്മുടെ അയോധ്യയിൽ നിന്ന് കട്ടുകൊണ്ട് പോയി ഇപ്പോൾ ഇതാ ഒരുപാട് അമ്പലങ്ങളിൽ പണമെല്ലാം മോഷ്ടിച്ചിട്ട് കൊണ്ടുപോകണവർക്കൊന്നും ഒന്നും പറയാനില്ലേ ടീച്ചർക്ക്? വിഷം തുപ്പാൻ വേണ്ടി മാത്രം വായി തുറക്കുന്ന ടീച്ചർക്ക് എന്താ ഇതൊന്നും പറയാനില്ലേ? ഹിന്ദുക്കളുടെ പണത്തിനെ നിങ്ങൾ കട്ടുകൊണ്ട് പോയിട്ട് ഈ ഇന്ത്യ ഭരിക്കുന്ന ആൾക്കാർക്ക് ഈ കക്കൽ മാത്രമുള്ളോ? പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ലേ? നമ്മുടെ തൃശ്ശൂരിൽ ഒരാളുണ്ടല്ലോ, ഞാൻ ആ മനുഷ്യനെ നന്നായി ബഹുമാനിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു. ഇപ്പം അയാൾ വെറും കോമാളിയാണ്. കാരണം കാര്യങ്ങൾ കാണുമ്പോൾ മൂപ്പരൊന്നും ഞം പറയുന്ന ആളാണ്. ആ ഷിറ്റൊക്കെ പോയി ഇപ്പോൾ. അപ്പോൾ ശശികല ടീച്ചറെ, ഒന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർന്നിട്ട് ഒന്ന് പ്രതികരിക്കുന്നു നിങ്ങൾ. ശബരിമല കട്ടുകൊണ്ട് പോയ ആൾക്കാരും അയോധ്യയിൽ നിന്ന് കട്ടവരും ഒരുപാട് അമ്പലങ്ങളിൽ നിന്ന് കട്ടവർക്കും ഈ ദൈവശക്തി ആ അമ്പലങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ ഇവരിനെയൊക്കെ ഒന്ന് ശിക്ഷിക്കണ്ടേ ദൈവങ്ങളെ? നിങ്ങളിനെയൊക്കെ ദൈവങ്ങളാണെന്ന് പറഞ്ഞ് ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങൾ തൊഴുതുന്നത് എന്തിനാണ്? ദൈവത്തിൻ്റെ മുതലെന്ന് പറഞ്ഞാൽ അത് ക്ഷേത്രങ്ങൾക്ക് വേണ്ടി, അതിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി, ക്ഷേത്രങ്ങൾ ഉയർച്ചകൾ വരാൻ വേണ്ടി ഒക്കെയാണ് നമ്മൾ അമ്പലങ്ങളിൽ പോയി പൈസ ഇടുന്നത്. ഞാൻ ഇടാറില്ല കേട്ടോ. ഞാൻ അമ്പലങ്ങളിൽ പോയിട്ട് പൈസ ഇടാറില്ല. അത് വല്ല പാവങ്ങൾക്ക് 10 രൂപ കൊടുത്താൽ മോശമെങ്കിലും കിട്ടും. അമ്പലത്തിൽ കൊണ്ടുപോയിട്ടിട്ട് ഇതുപോലെ ഇന്ത്യ ഭരിക്കുന്നവർ കട്ടുകൊണ്ട് പോവുകയാണെങ്കിൽ എന്തിനാ നമ്മൾ അമ്പലത്തിൻ്റെ ഉണ്ടി കൊണ്ടുപോയി പൈസ ഇടുന്നത്? ആ പൈസ വല്ല ധർമ്മക്കാർക്കും ഭക്ഷണമില്ലാത്തവർക്കൊക്കെ കൊടുക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ ശബരിമലയിലായാലും ഏത് അമ്പലത്തിലായാലും കട്ടുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ശക്തി ആ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരിനെ ശിക്ഷിക്കുക തന്നെ ചെയ്യണം. അപ്പം കൊടുക്കണം. അതാണ് ദൈവികം എന്ന് പറയുന്നത്. ഇത് വെറുതെ പോലീസ് വരട്ടെ, നിയമം വരട്ടെ, കോടതി വരട്ടെ അവരൊന്നും ചെയ്യില്ല. കാരണം കോടികളാണ് മുക്കിക്കൊണ്ടുപോയിട്ട് അതിലൊരു ഓഹരി അവർക്ക് കൊടുക്കുന്നത്. ഓരോ കള്ളത്തരങ്ങൾ നടക്കുമ്പോഴും ഇന്ത്യ ഭരിക്കുന്ന അവർ നോക്കും. അവരെ കട്ടാൽ പിന്നെ ആര് നോക്കാനാണ്? പ്രതികരിക്കാനല്ലാണ്ട് ആർക്കും ഒന്നിനും കഴിയില്ല. ഇന്ത്യ ഒന്നും ഇല്ലാണ്ടായിപ്പോയി. ഉള്ളി പൊളിച്ച പൊള്ള പോലെയാണ് ഇപ്പോൾ ഇന്ത്യൻ്റെ അവസ്ഥ. കാരണം തൊലിക്ക ഒന്നുമില്ല. നമ്മുടെ തൃശ്ശൂർ ഒരു കോമാളിയുണ്ട്, കോമാളി. അതുപോലെ തിരുവനന്തപുരത്ത് ഒരുത്തനുണ്ടല്ലോ, നമ്മുടെ വിയ്യൂർ ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത ഒരുത്തനുണ്ടല്ലോ. ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് സത്യപ്രതിജ്ഞ ജയിലിൽ വെച്ച് ചെയ്യണമെന്ന്. 3 സീറ്റ് കേരളത്തിൽ കിട്ടുമ്പോഴേക്കും അവന്മാർ ഇങ്ങനെ തിളച്ചിട്ടുണ്ടെങ്കിൽ ഇനി അവർക്ക് കേരളം എങ്ങാനും കിട്ടിയാൽ കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? മറ്റുള്ള ജാതികൾക്കൊന്നും ജീവിക്കാൻ പറ്റാത്ത ചുറ്റുപാടാകും. ഇനിയെങ്കിലും ജനങ്ങൾ ഇത്തിരി തീട്ടം തിന്നുന്ന ജനങ്ങൾ, ഈ ചാണകം തിന്നുന്ന ജനങ്ങൾ കാട്ടിക്കൂട്ടുന്നത് ചോറ് തിന്നുന്ന മനുഷ്യർ കുറച്ച് ചിന്തിച്ചിട്ട് നിങ്ങൾ വോട്ട് ചെയ്യും കേട്ടോ. അതമ്പതിച്ചു പോയി നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം. ദാരിദ്ര്യത്തിൻ്റെ രാജ്യമായിപ്പോയി. വീടില്ല, കക്കൂസുകളില്ല, കഴിക്കാൻ ഭക്ഷണമില്ല. ഓരോ സംഘടനകളും ഓരോന്ന് ചെയ്യുന്നത് കൊണ്ടാണ് പാവപ്പെട്ടവർ ഭക്ഷണം കഴിക്കുന്നത്. ഇതിനെല്ലാം ഒരു അറുതി വരണമെങ്കിൽ ശരിയായ ഒരു ഭരണം നമ്മുടെ ഇന്ത്യയിൽ വരണം. അപ്പോൾ ഓക്കെ, ബൈ.